Let's join heart and hands to lead the legend of Mahabali, to enjoy the colors of Pugala, the rhythm of Tiruvadira, and the taste of the grand Onasadya. മലയാളികളുടെ ഹൃദയത്തിൽ പൂക്കളം തീർക്കുന്ന പൊന്നോണം വീണ്ടും വരവായി. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഈ സുദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നിവിടെ ഈ മനോഹരമായ വേദിയിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് ആഘോഷിക്കാം, പാട്ടുപാടാം, നൃത്തം ചെയ്യാം, ഒപ്പം രുചികരമായ ഓണസദ്യയും കഴിക്കാം. Respected dignitaries, esteemed guests, ladies and gentlemen, friends and loved ones, a very warm welcome to each and every one of you to this grand and vibrant celebration of Onam, Onakootam 2025, organized by Mahatma Cultural Center. പൂക്കളവും പൂവിളികളും ഓണസദ്യയും ഗൃഹാതുരത്വവും നടത്തുന്ന നമ്മുടെ കേരളീയ തനതോടും ആഘോഷമായ ഓണാഘോഷത്തിലേക്ക് എല്ലാ മലയാളികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്ന മഹാത്മാ കൾച്ചറൽ സെന്റർ ഓണക്കൂട്ടം 2025ലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ലൂയിസ് ക്ലീറ്റസിനെ സ്വാഗത പ്രസംഗം ആശംസിക്കുന്നതിനായി വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൈഡികളോടുകൂടി സ്വാഗതം ചെയ്യാം നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ്. Good morning all. Honorable Manoj Bihari Verma, Indian Ambassador to Liberia, Mrs. Verma, all other embassy officials, Ambassador Ekuayam Kamara, Mr. Gopinathapura, General Convener, Onakootam 2025, all other esteemed sponsors, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട MCC അംഗങ്ങളെ, ഓണക്കൂട്ടം 2025ൻ്റെ കഴിഞ്ഞ 2 ദിവസങ്ങളിലെ പ്രോഗ്രാം കലാകായിക മത്സരങ്ങളോടുകൂടി നമ്മളിവിടെ കൊണ്ടാടി. ഇന്ന് അതിൻ്റെ അവസാന ദിവസമായ ദിവസം വളരെ വാശിയേറിയ ഘോഷയാത്രയോടുകൂടി ടീം MSKയും ടീം സുനാമിയും നമുക്ക് വളരെ ഹൃദ്യമായ ഒരു വിരുന്നൊരുക്കിയിരിക്കുന്നു. നമ്മുടെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വാശിയേറിയതും നമ്മുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നതുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ആദ്യമായി Honorable Ambassador Manoj Bihari Verma, kindly Honorable Indian Ambassador to Liberia, Mr. Manoj Bihari Verma, I welcome you to the Onakootam 2025. Also, Mrs. Verma, other embassy officials, Mr. Gopinathapura, Ambassador Ekuayam Kamara, all my brothers and sisters, kids, all welcome you to the Onakootam 2025. Thank you. Thank you, Mr. President Luis Cletus. Today, as we gather here, wrapped in culture and colors, let us mark the beginning of our Onam festivals with gratitude in our heart and smiles on our faces. To officially inaugurate this celebration, now I take the privilege of inviting our esteemed guest, His Excellency Manoj Bihari Verma, and the esteemed guest to light the ceremonial lamp and declare the Onam celebrations open. നമ്മുടെ ദീപം തെളിയിച്ചുകൊണ്ട് ഈ മനോഹരമായ ഓണക്കൂട്ടം 2025 ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ചീഫ് ഗസ്റ്റായ നമ്മുടെ ബഹുമാന്യനായ അംബാസിഡർ ശ്രീ മനോജ് ബിഹാരി വർമ്മയും അതുപോലെ എല്ലാ ബഹുമാന്യ ഗസ്റ്റുകളെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കൈഡികളോടെ എല്ലാവരും എണീറ്റ് നിന്ന് ബഹുമാനം ഓണ കമ്മിറ്റി കൺവീനർ ശ്രീ ഗോപിനാഥപിള്ള, ഒപ്പം നമ്മുടെ പ്രസിഡന്റ് ലൂയിസ് ക്ലീറ്റസ് തുടങ്ങിയ ദീപം തെളിയിച്ച് നമ്മുടെ ഓണാഘോഷം മനോഹരമാകുന്നതിന്
പ്രകാശപൂരിതമാകുന്നതിനായി. ഞാൻ അച്ഛനും കൂടെ അടുത്ത് വെച്ചെടുത്തത്. Thank you, chief guest and all below respected guests. ഏതാ ഇത്? മറ്റേ ഇത് സാംസങ് എന്താ പറയുന്നത്, A56. മൊത്തം എടുക്കണ്ടല്ലേ? And a touch of satire. With vibrant costumes, expressive facial movements, and energetic steps, the solo performer of Watertiller brings ancient stories to life, often from mythology, while also highlighting important social messages that remain relevant even today. Please put your hands together to our performer, Mrs. Anjali Ajit.
എല്ലാവരും നിറഞ്ഞ കൈകളോടുകൂടി നമ്മുടെ ബഹുമാനനായ അംബാസിഡർ ഹിസ് എക്സലൻസി ശ്രീ മനോജ് ബിഹാരി വർമ്മയെ ഉദ്ഘാടന പ്രസംഗത്തിനായി വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അറിയില്ലേ പലോ ഒരു ക്ലാസ് പോകുമ്പോണ്ടല്ലോ അതന്നെ. Wow, it's awesome, brilliant feeling over here today. Mr. Louis Litas, President, Mahatma Cultural Center, and other office bearers of MCC, Mr. Gopinathan Pillai, founder and former President, MCC, Ambassador Kamara, Cultural Ambassador of Liberia, fellow Indian community, my colleagues from Embassy of India, Namaskaram, Happy Onam. So let me start by extending my sincere gratitude to Mahatma Cultural Center for inviting invitation to me and my wife Poonam Verma and allowing us to be part of this grand Onam celebration in Monrovia, Liberia. Onam is one of the most important festivals of India, although it's a harvest festival of Kerala, but its spirit goes much beyond. It's a festival of happiness, joy, unity, sharing and caring. It reminds us that happiness becomes greater when it is celebrated together like this. Being here with all of you today, seeing the colorful environment, celebrate and stunning decoration over here, listening to the music and dance, and of course looking forward to traditional Sadhya feast. It feels like we are back in India. Celebrations like this make us forget the distance from home. They create a small Kerala, a small India right here in Liberia. For me personally, this is not just an event but a moment of warmth and belonging. I want to take this opportunity to sincerely appreciate the Mahatma Cultural Center and Team Aware International School. MCC has become a strong pillar in the Indian community in Liberia. It has been continuously working for preserving our culture, encouraging our children to learn and perform, and bringing together people from entire Indian community, we can say Samagra Indian community in Liberia. We have seen how MCC and Aware International School support the embassy's activity also, whether it is National Day celebrations, when their members add color with excellent performances, or International Day of Yoga, Hindi Divas, and many other events. The embassy value this partnership deeply. What makes MCC special is its ability to mobilize and unite people. Events like this doesn't come with small efforts. We understand that. It is not only about Malayalis, it is about the whole Indian community. It provides us a platform to celebrate our traditions proudly while also sharing them with our Liberian friends. In this way, MCC is also helping in building bridges of friendship between our two countries, India and Liberia. I congratulate the young office bearers of MCC for their energy, dedication and organizational skills in coordinating diverse events throughout the year. I wish MCC Liberia the very best for their future activities and continued positive impact.
the message of Onam is very relevant to us all. It reminds us of equality, harmony and prosperity. The legend of King Mahabali tells us that true greatness lies in fairness and compassion. These are values we must keep active in our family, in our communities and in the relationship between India and Liberia. On this happy occasion, I extend my warmest greeting to every member of the Indian community and to our Liberian friends who are with us today. May this Onam bring health, happiness and prosperity to all of our families, your family. Thank you very much. Thank you. Jai Hind. India-Liberia friendship. Long live India-Liberia. Thank you. Thank you so much, His Excellency Ambassador Manoj Vihari Verma, for the inaugural address. താങ്ക് യു. എല്ലാവരും കൈകളോടുകൂടി നമ്മുടെ ബഹുമാനനായ അംബാസിഡറോട് നന്ദി അറിയിക്കാം. Now we have the privilege of inviting His Excellency Ambassador Kebola M. Kamara, Arts and Cultural Ambassador of the Republic of Liberia, for a felicitational address. ലൈബീരിയയിലെ ആർട്സ് ആൻഡ് കൾച്ചറൽ അംബാസിഡർ ബഹുമാനനായ കർബുള എം കമാരയെ നമുക്ക് സ്നേഹപൂർവ്വം കൈകളോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. His Excellency Ambassador Manoj Vihari Verma of India to Liberia, the President of Mahatma Cultural Center, President Cletus, Mr. Pillar, our distinguished guests, ladies and gentlemen, I bring greetings from His Excellency President of Liberia, President Joseph Numa Boakai, the government and people of Liberia. I must confess that I'm filled and was inadequate for this splendid gathering today. And I must tell you that at a little age, I got inspired to be a movie actor from the Indian movies I watched very, very young. I used to sneak out of the house when my parents are sleeping, jump through the window just to go and watch Indian movies. This is where I got my inspiration